നമ്മളുടെ ടോപ്പിക്കാണ് മോഷൻ ഓഫ് എ പ്രൊജക്റ്റൈൽ. ഒരു പ്രൊജക്റ്റൈൽ എന്നുള്ളതുകൊണ്ട് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഒരു വസ്തു അല്ലെ, ഒരു ബോളോ എന്തെങ്കിലും ആവട്ടെ, നമ്മളത് എറിയുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഡയറക്ഷനിലൂടെ പോയിട്ട് അതെന്ത് ചെയ്യും, കുറച്ച് ടൈം കഴിഞ്ഞാൽ താഴത്തേക്ക് വീഴും അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ നമ്മളിവിടെ വരയ്ക്കുന്നത് XY പ്ലെയിനിലായിട്ടാണ്. ഇത് എക്സും വൈയും ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ബോൾ എറിയാണ്. അപ്പോൾ ബോൾ എറിയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ നിന്ന് എറിയുമ്പോൾ എന്തായാലും നമ്മളുടെ ഹൈറ്റ് ഉണ്ടാവില്ലേ. ഇപ്പോൾ നമ്മൾ എറിയുന്ന ആളുടെ ഹൈറ്റ്, ആ ഹൈറ്റ് കടന്നു പോയിട്ട് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ ബോൾ ഇപ്പോൾ നമ്മൾ എറിയാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി എറിയുമ്പോൾ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബോൾ ഇവിടെ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പോകാമെന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ ബോൾ എന്ത് ചെയ്യാണ്, പാസ് ചെയ്യാണ്. അങ്ങനെ ബോൾ പാസ് ചെയ്ത് കുറച്ച് ടൈം കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കുറച്ച് ടൈം കഴിഞ്ഞാൽ ബോൾ പോയിട്ട് എന്ത് ചെയ്യും, താഴത്തേക്ക് തന്നെ വരും അല്ലേ. അതായത് നമുക്ക് ബോൾ പാസ് ചെയ്യുന്ന ആ ടൈം, ഇത് ഏതോ ഒരു ഹൈറ്റ് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നീട് താഴത്തേക്ക് തന്നെ പോരും ബോൾ. അങ്ങനെയാണ് സാധാരണ നടക്കാറുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ വെലോസിറ്റി, അതായത് ഇനീഷ്യൽ വെലോസിറ്റി, നമ്മളുടെ ബോൾ എറിയുമ്പോൾ വരുന്ന ഈ ഒരു വെലോസിറ്റിനെ നമുക്ക് V0 എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ. അതുപോലെ ഇവിടെ എന്തായാലും നമ്മൾ എറിയുമ്പോൾ അവിടെ ഒരു ആംഗിൾ ഉണ്ടായിരിക്കും അല്ലേ. നമുക്കറിയാം ഒരു ആംഗിൾ എന്തായാലും എന്ത് ചെയ്യും, അവിടെ ക്രിയേറ്റ് ചെയ്യും. ആ ആംഗിളിനെ നമുക്ക് തീറ്റ എന്ന് കൊടുക്കാം. ആംഗിളിന് എന്ത് കൊടുക്കാം, ആൽഫ എന്ന് കൊടുക്കാം. ആംഗിളിന് ആൽഫ എന്ന് കൊടുക്കാം. അങ്ങനെ ആവുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ആംഗിളും അതുപോലെ തന്നെ വെലോസിറ്റിയും ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഇങ്ങനെ ആംഗിൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തായാലും അവിടെ ഒരു വെർട്ടിക്കലും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഉണ്ടായിരിക്കും അല്ലേ. ഇങ്ങനെ ഒരു വെർട്ടിക്കലും ഹൊറിസോണ്ടലും ആയിട്ടുള്ള രണ്ട് കമ്പോണൻറ്റ് ഉണ്ടായിരിക്കും. ഈ ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിനെ ഞാൻ V0 കോസ് ആൽഫ എന്നും അതുപോലെ തന്നെ ഈ വെർട്ടിക്കൽ കമ്പോണൻറ്റിനെ V0 സൈൻ ആൽഫ എന്നും എഴുതാം. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് എത്തിക്കഴിയുമ്പോൾ ഇവിടെ വെലോസിറ്റി എന്തായി മാറും, 0 ആയി മാറും അല്ലേ. വെലോസിറ്റി 0 ആയി മാറും. വെലോസിറ്റി 0 ആയി കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത് കാരണത്താലാണ് ഇത് താഴത്തേക്ക് പോരുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ. അതായത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം കാരണം നമ്മളൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു ബോൾ നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദൂരം പോകും, പിന്നെ അവിടുന്ന് എന്ത് ചെയ്യും, താഴത്തേക്ക് പോരും അല്ലേ. അതായത് താഴത്തേക്ക് പാസ് ചെയ്തിട്ട് പോരും. എന്തായിരിക്കും, -mg എന്നുള്ള ഈ ഒരു ഫോഴ്സിലാണ് അതെന്ത് ചെയ്യുക, താഴത്തേക്ക് പോരുന്നത്. മാക്സിമം ഹൈറ്റ് വരെ പോയിട്ട് വെലോസിറ്റി 0 ആകുമ്പോൾ അതെന്ത് ചെയ്യും, താഴത്തേക്ക് തന്നെ പോരും. അവിടുത്തെ വരുന്ന ഫോഴ്സാണ് ഇത് -mg അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു പൊസിഷൻ വെക്ടർ ഏതാണ് നോക്കൂ, R0 അല്ലേ. R0 സ്റ്റാർട്ട് ചെയ്യുക പറയുമ്പോൾ അത് എന്താണ്, പൊസിഷൻ സംഭവിക്കുന്നത് എന്താണ്, H അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം, R0 = H. R0 എന്താണെന്ന് എഴുതാം, H ആണെന്ന് എഴുതാം. അതായത് നമ്മളുടെ ഇനീഷ്യലായിട്ട് നമുക്ക് എന്ത് നടക്കുന്നത്, പൊസിഷൻ അല്ലെ, 0യിൽ നിന്ന് പൊസിഷൻ സംഭവിച്ചിട്ട് ഇവിടെ ഈ V0 എത്തുമ്പോഴാണ് നമ്മളുടെ ബോള് പാസ് ചെയ്യാൻ തുടങ്ങി. ഇത്രയും എന്താണ്, ഒരാളുടെ ഹൈറ്റിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ പൊസിഷൻ എന്നുള്ളതുകൊണ്ട്, ഇനീഷ്യലിലെ പൊസിഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, R0 = അയാളുടെ ഹൈറ്റ് എന്നുള്ളതാണ് അല്ലേ, H എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. R0 H ആണ് അല്ലേ. H എന്ന് പറയുമ്പോൾ ഇവിടെ ഹൈറ്റ് ആണ് കിട്ടി. ഇത് ഏത് കമ്പോണൻറ്റിലാണോ, X-ലാണോ Y-യിലാണോ വരുന്നത്, Y ആക്സിസിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതൊരു വെക്ടർ ആവുമ്പോൾ നമുക്ക് എന്ത് എഴുതാം, R0 = HJ എന്ന് എഴുതാം. ഓക്കെ, HJ ആണ്. X ആക്സിസിലെ കമ്പോണൻ്റ് ആയിട്ട് വരുന്നില്ല, Y-യിലാണ് H വരുന്നത് അല്ലേ. അപ്പോൾ HJ എന്ന് എഴുതാം. അതുപോലെ ഇവിടെ നമുക്ക് ഒരു ഫോഴ്സ് കിട്ടിയായിരുന്നു അല്ലേ. ആ ഫോഴ്സ് എന്താ വരുന്നത്, -mg J എന്നല്ലേ. കാരണം എന്താ, താഴത്തേക്ക് പോരുക എന്ന് പറയുമ്പോഴും മുകളിലേക്ക് പോയ അതേ സ്പീഡിൽ താഴത്തേക്ക് പോരുക എന്ന് പറയുമ്പോഴും ഏത് ആക്സിസിലൂടെയാണ്, Y ആക്സിസിലൂടെയാണ്. അപ്പോൾ നമുക്ക്
ഇതാണ് നമ്മളുടെ എറിഞ്ഞ ബോളാണെന്നുണ്ടെങ്കിൽ ബോൾ, അതിൻ്റെ മാസ് ജി എന്നുള്ളത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, പോയിന്റ്സ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ നേരെ ഒരു ബോൾ എറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് താഴത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് വന്നോളൂ അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഒരു ആംഗിൾ കുറച്ച് ചെരിച്ചിട്ടൊക്കെ, ഇപ്പോൾ നമുക്കറിയാം ക്രിക്കറ്റ് കളിക്കാരൊക്കെ പല ആംഗിളിലാണ് എറിയുക അല്ലേ. അപ്പോൾ ആ എറിഞ്ഞു കഴിയുമ്പോൾ അവരുടേത് കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് ദൂരം സഞ്ചരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ അത് താഴത്തേക്ക് വീഴും അല്ലേ. അപ്പോൾ അവിടെ എന്തുണ്ടായിരിക്കും, നമ്മൾ ആ ഒരു എറിയുമ്പോൾ അവിടെ നമുക്കൊരു ആംഗിളും അതുപോലെ തന്നെ ഇനീഷ്യലായിട്ടുള്ളൊരു വെലോസിറ്റിയും, എവിടെ വെച്ചിട്ടാണ് വെലോസിറ്റി 0 ആകുന്നത് അവിടുന്ന് ആ ബോൾ എന്ത് ചെയ്യും, താഴത്തേക്ക് വരികയും ചെയ്യും അല്ലേ. നമുക്ക് പല പല ഡയറക്ഷനിൽ ബോൾ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ. ഇനീഷ്യലായിട്ട് നമ്മൾ ബോൾ എറിയുമ്പോൾ അവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ V0 എന്നും, അതുപോലെ തന്നെ നമുക്ക് അവിടെ ബോൾ എറിയുമ്പോൾ അവിടെ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യും, ആംഗിളിനെ ആൽഫ എന്ന് എടുത്തു. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കമ്പോണൻറ്റ്, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും എന്തായാലും ക്രിയേറ്റ് ചെയ്യും. ആ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിന് ഞാൻ V0 കോസ് ആൽഫ എന്നും വെർട്ടിക്കലിന് V0 സൈൻ ആൽഫ എന്നും കൊടുത്തു. പിന്നെ കുറച്ച് ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോൾ വെലോസിറ്റി 0 ആയി കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം നമ്മളുടെ ആ ബോൾ താഴത്തേക്ക് വന്ന് പതിക്കും. ഇത്രയും കാരണങ്ങളാണ് മോഷൻ ഓഫ് പ്രൊജക്റ്റൈലിൽ പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ പ്രൊജക്ഷൻ സംഭവിക്കുന്ന വസ്തുക്കൾ നമ്മൾ പ്രൊജക്റ്റൈൽ എന്ന് വിളിക്കും, അത്രേ പറയുന്നുള്ളൂ. ഇപ്പോൾ ബോളാണെന്നുണ്ടെങ്കിൽ ബോളിനെ പ്രൊജക്റ്റൈൽ അങ്ങനെ വിളിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി എന്ത് ചെയ്യാണ്, ഈ ഒരു പ്രൊജക്റ്റൈലിൻ്റെ, അതായത് ആ ബോൾ പ്രൊജക്റ്റൈൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ ബോൾ എന്ന് പറഞ്ഞു, ഏതോ വസ്തു ആയിക്കോട്ടെ, അതിൻ്റെ പൊസിഷൻ വെക്ടറാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, R(t). അതിൻ്റെ പൊസിഷൻ വെക്ടർ, ഓക്കെ, R(t) ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് അതിന് എന്തൊക്കെ കിട്ടുന്നുള്ളത് നോക്കൂ. ഇവിടെ ഇത് നമുക്ക് കിട്ടിയതാണ് അല്ലേ, R(0) = hj ആണെന്നുള്ളത്. അതായത് ഇനീഷ്യൽ ടൈം 0 ആകുമ്പോൾ പൊസിഷൻ hj ആണെന്നുള്ളത് കിട്ടി. ഇനീഷ്യൽ കണ്ടീഷൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ V(0) വെലോസിറ്റി അറ്റ് ടൈം 0 എന്താന്ന് പറഞ്ഞു, V0 ആണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. പൊസിഷൻ അറ്റ് ടൈം ടിയിൽ hj ആണെന്നും വെലോസിറ്റി അറ്റ് ടൈം ടിയിൽ V0, സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്, V0 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഇവിടെ അപ്ലൈ ചെയ്യാം. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എന്തായിരുന്നു പറഞ്ഞത്, നമുക്ക് ഈ താഴത്തേക്ക് വരുന്ന ഈ ഒരു ഫോഴ്സ് അല്ലേ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് = ma ആണെന്ന് പറയുന്നത്. അതായത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ, നമ്മൾ എറിയുന്ന ആ വസ്തുവിൻ്റെ ma ഈക്വൽ ആണ് നമ്മളുടെ ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നുള്ളതാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ പറയുന്നത്. അപ്പോൾ ബൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ നമുക്ക് എന്ത് എഴുതാം, ma = -mgj എന്ന് എഴുതാം. ഓക്കെ, ma = ഇത് നമുക്ക് എന്ത് എഴുതാം, a(t). എന്ന് പറഞ്ഞാൽ a(t) ആണ് ഇവിടെ ആക്സിലറേഷൻ. ഈ എമ്മും ക്യാൻസൽ ചെയ്തിട്ട് എന്ത് a(t) = എന്നതിൻ്റെ പ്ലേസിൽ a(t) കൊടുക്കാം, -gj എന്ന് എഴുതാം. അപ്പോൾ a(t) നമുക്ക് കിട്ടിയതാണ് -gj ആണെന്നുള്ളത് കിട്ടി. അപ്പോൾ നോക്കൂ, ഇവിടെ നമുക്കറിയാം V'(t) നെയാണ് നമ്മൾ എന്ത് എഴുതാറുള്ളത്, a(t) എന്ന് എഴുതാറുള്ളത് അല്ലേ. V'(t) ആണ്. a(t) എന്ന് പറഞ്ഞാൽ എന്താണ്, വെലോസിറ്റിൻ്റെ ഡെറിവേറ്റീവ് ആണ്. V'(t) a(t) -gj ആണ് എഴുതുക. അപ്പോൾ നമുക്കിപ്പോൾ a(t) കിട്ടി, നമ്മൾ എന്ത് ചെയ്യണം, V(t) കാൽക്കുലേറ്റ് ചെയ്യണം. ആ V(t) കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, R(t) കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്, R(t). അതായത് പൊസിഷൻ വെക്ടറാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പ്രൊജക്റ്റൈലിൻ്റെ പൊസിഷൻ വെക്ടറാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ആക്സിലറേഷൻ കിട്ടി. ആക്സിലറേഷൻ നമുക്ക് കിട്ടിയ എന്താണ്, ബൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ. ഒന്ന് ആക്സിലറേഷൻ a(t) = -gj ആണെന്ന് കിട്ടി. ദെൻ V'(t) ആണ് a(t) എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ. V(t) നെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ V(t) എന്നുള്ളത് നമുക്ക് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ. ദാറ്റ് ഈസ് = ഇന്റഗ്രൽ a(t) dt. V(t) കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ മതി, a(t). ഇതതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് അല്ലേ, a(t) നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് വരും, V(t) = ഇന്റഗ്രൽ a(t) അല്ലേ, ഇന്റഗ്രൽ a(t) dt എന്ന് വരും.
ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ഓഫ് ടീൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം, ഇൻറ്റഗ്രൽ എ ഓഫ് ടി എന്തായിരുന്നു, മൈനസ് ജി ജെ ഡി ടി എന്നുള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, ഒരു ടി എന്നുള്ള എലമെൻറ്റ് പ്ലസ് സി, ഇത് ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ ആണ്, അതുകൊണ്ട് തന്നെ പ്ലസ് സി എന്നുള്ള ഒരു ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റും കൂടെ ഉണ്ടായിരിക്കും. ഇതൊരു മൈനസ് ജെ ടി ജെ പ്ലസ് സി അല്ലേ, ഇതാണ് എന്ത് വരിക, വി ഓഫ് ടി എന്നുള്ളത് വരും. വി ഓഫ് ടി എന്ന് പറയുന്നത് എന്തൊരു മൈനസ് ജി ടി ജെ പ്ലസ് സി, ഇവിടെ ഇൻറ്റഗ്രൽ ഡി ടി എന്ന് പറഞ്ഞാൽ ടി ആണ്, മൈനസ് ജി ജെ എന്നുള്ളത് അവിടെ കൊടുത്തു, പ്ലസ് സി ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ്. ഇനി ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ടായിരുന്നു, വി ഓഫ് സീറോ ഇസ് ഈക്വൽ ടു വി സീറോ ആണെന്നുള്ള ഒരു ഇനീഷ്യൽ കണ്ടീഷൻ അല്ലേ. അതായത് അറ്റ് ടൈം ടിയിൽ വെലോസിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വി സീറോ ആണെന്നാണ് എടുത്തിരുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിന് എന്ത് വരും, ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, വി ഓഫ് ടി തന്നിട്ടുണ്ട്, അതിന് എന്ത് ചെയ്യാം, വി ഓഫ് സീറോ കാൽക്കുലേറ്റ് ചെയ്യാം. വി ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ എന്തൊരു മൈനസ് ജി ഇൻറ്റു സീറോ ജെ പ്ലസ് സി എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സീറോ പ്ലസ് സി എന്ന് വരും, മൈനസ് സീറോ പ്ലസ് സി ദാറ്റ് ഈസ് ഈക്വൽ ടു സി എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, വി ഓഫ് സീറോ ഈസ് ഈക്വൽ ടു സി ആണെന്ന് കിട്ടി. ഓൾറെഡി നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്, വി ഓഫ് സീറോ ഈക്വൽ ടു വി സീറോ ആണ്. അപ്പോൾ ഇതിന്ന് രണ്ടെന്നും കൂടെ എന്ത് എഴുതാം, ഫ്രം 1 and 2 അല്ലേ. ഇതിന്ന് രണ്ടെന്നും കൂടെ നമുക്ക് എന്ത് എഴുതാം, വി ഓഫ് സീറോ ഈസ് ഈക്വൽ ടു സി ഈസ് ഈക്വൽ ടു വി സീറോ എന്ന് എഴുതാം അല്ലേ. വി ഓഫ് സീറോ ഈസ് ഈക്വൽ ടു സി ഈസ് ഈക്വൽ ടു വി സീറോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, വി ഓഫ് ടി കിട്ടി അല്ലേ. വി ഓഫ് ടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, വി ഓഫ് ടിയിലെ ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഇനീഷ്യൽ കണ്ടീഷൻ യൂസ് ചെയ്തു. ഈ ഇനീഷ്യൽ കണ്ടീഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ ടിയുടെ പ്ലേസിൽ സീറോ കൊടുക്കുക. അപ്പോൾ ടിയുടെ പ്ലേസിൽ സീറോ കൊടുക്കുമ്പോൾ മൈനസ് ജി ഇൻറ്റു സീറോ ജെ പ്ലസ് സി എന്ന് വരും. അതായത് വി ഓഫ് സീറോ ഈസ് ഈക്വൽ ടു സി എന്ന് വരും. വി ഓഫ് സീറോ സി ആണെന്ന് പറഞ്ഞാൽ വി ഓഫ് സീറോ ഈസ് ഈക്വൽ ടു സി ഈസ് ഈക്വൽ ടു വി സീറോ ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഈ സിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം, വി സീറോ എന്ന് എഴുതില്ല. അപ്പോൾ നമുക്ക് വിച്ച് ഇംപ്ലൈസ് വി ഓഫ് ടി ഈസ് ഈക്വൽ ടു മൈനസ് ജി ടി ജെ പ്ലസ് സിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം, വി സീറോ. അപ്പോൾ നമുക്ക് വി ഓഫ് ടി കിട്ടി അല്ലേ. അതായത് നമ്മളുടെ വെലോസിറ്റി വെക്റ്റർ കിട്ടി. എന്താണ്, വി ഓഫ് ടി ഈസ് ഈക്വൽ ടു മൈനസ് ജി ടി ജെ പ്ലസ് വി സീറോ ആണെന്നുള്ളത്. ഇനി ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ആർ ഓഫ് ടിയും കാൽക്കുലേറ്റ് ചെയ്യുക. ആർ ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടിയാൽ മതി, ഇവിടെ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്, ആർ ഓഫ് സീറോ ഈസ് ഈക്വൽ ടു എച്ച് ജെ. ഈ ഒരു ഒറ്റ കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ആർ ഓഫ് ടിയും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇനീഷ്യൽ കണ്ടീഷൻ എന്താണ്, ആർ ഓഫ് സീറോ ഈസ് ഈക്വൽ ടു എച്ച് അല്ലേ. ഈ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ എച്ച് ജെ, ഈ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ കിട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് എഴുതാം, വി ഓഫ് ടിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആർ ഓഫ് ടി കിട്ടും അല്ലേ. കാരണം നമുക്കറിയാം ആർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്, വി ഡാഷ് ഓഫ് കാരണം നമുക്കറിയാം വി ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ആർ ഡാഷ് ഓഫ് ടി ആണെന്ന് അറിയാം അല്ലേ. അപ്പോൾ നമുക്ക് ആർ ഡാഷ് ഓഫ് ടി ആണ് വി ഓഫ് ടി എന്ന് അറിയുന്നുണ്ട്. ആർ ഓഫ് ടി കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ, വി ഓഫ് ടി ടി ടി. അപ്പോൾ വി ഓഫ് ടിനെ വെലോസിറ്റിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊസിഷൻ വെക്ടർ കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആക്സിലറേഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വെലോസിറ്റി കിട്ടി. ഇനി വെലോസിറ്റിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പൊസിഷൻ വെക്ടർ കിട്ടും, ആർ ഓഫ് ടി കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ വി ഓഫ് ടിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം, മൈനസ് ജി ഇപ്പം കിട്ടിയത് കൊടുക്കാം, മൈനസ് ജി ടി ജെ പ്ലസ് വി സീറോ എന്ന് കൊടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തൊരു മൈനസ് രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക അല്ലേ, മൈനസ് ജി ഓഫ് ടി ജെ ഡി ടി പ്ലസ് ഇൻറ്റഗ്രൽ വി സീറോ ഡി ടി. ഞാൻ രണ്ടെണ്ണമാക്കി സ്പ്ലിറ്റ് ചെയ്തു എന്നുള്ളൂ. എന്ത് വരും, ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്തപ്പോൾ ടീനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി സ്ക്വയർ ബൈ ടു എന്ന് വരും, മൈനസ് 1/2 ടി സ്ക്വയർ അല്ലെ, ടി സ്ക്വയർ ബൈ 2 ജി ജെ പ്ലസ് വി സീറോനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതൊരു വി സീറോ ടി പ്ലസ് ഒരു ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഡി എന്ന് കൊടുത്തു, നമ്മൾ നേരത്തെ സി ആണ് കൊടുത്തത്, അപ്പോൾ ഇവിടെ ഡി എന്ന് കൊടുത്തു. ഇനി ഒരു ഡി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. ഈ ഡി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്, എന്താണ്, ആർ ഓഫ് സീറോ ഇസ് ഈക്വൽ ടു എച്ച് ജെ ആണെന്നുള്ള ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. അത് നമുക്ക് ഡി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആർ ഓഫ് ടി തന്നിട്ടുണ്ട്, എന്ന് ആർ ഓഫ് സീറോ കാൽക്കുലേറ്റ് ചെയ്യാം. ആർ ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ എന്തൊരു മൈനസ് ഹാഫ് സീറോ സ്ക്വയർ ജി ജെ പ്ലസ് വി സീറോ ഇൻറ്റു സീറോ പ്ലസ് ഡി എന്ന് വരും അല്ലേ. അതായത് ആർ ഓഫ് സീറോ ഇസ് ഈക്വൽ ടു ഡി എന്നാണ് കിട്ടുന്നത്. ആർ ഓഫ് സീറോ ഇസ് ഈക്വൽ ടു ഇതെന്തായി പോകും,
ജെ പ്ലസ് 0 പ്ലസ് ഡി വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി. അതായത് ആർ ഓഫ് 0 ഈസ് ഈക്വൽ ടു ഡി. ആർ ഓഫ് 0 എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, എച്ച് ജെ ആണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് എഴുതാം, ആർ ഓഫ് 0 ഈസ് ഈക്വൽ ടു ഡി ഈസ് ഈക്വൽ ടു എച്ച് ജെ. അതായത് ഡി എന്താണെന്ന് കിട്ടി, എച്ച് ജെ ആണെന്ന് കിട്ടി. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ അപ്ലൈ ചെയ്യുക അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യും, വിച്ച് ഇംപ്ലൈസ് ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, മൈനസ് ഹാഫ് ടി സ്ക്വയർ ജി ജെ പ്ലസ് വി 0 ടി പ്ലസ് ഡിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം, എച്ച് ജെ എന്ന് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത് വരുന്നത്, പൊസിഷൻ വെക്റ്റർ ഓഫ് എ പ്രൊജക്ടൈൽ. അപ്പം നമ്മളിവിടെ ഇനീഷ്യലി നമ്മളോട് വെലോസിറ്റി പറയുന്നു വി ഓഫ് 0 ഈസ് ഈക്വൽ ടു v0 ആണെന്നല്ലേ. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് അവിടെ ഒരു ആംഗിൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ആംഗിളിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഹൊറിസോണ്ടലും വെർട്ടിക്കൽ കമ്പോണൻറ്റും കിട്ടിയിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിനെ എന്ത് എഴുതാം, v0 ഈസ് ഈക്വൽ ടു വി ഓഫ് 0 ഈസ് ഈക്വൽ ടു v0 ഈസ് ഈക്വൽ ടു v0 cos alpha i പ്ലസ് v0 sin alpha. v0 cos alpha i പ്ലസ് v0 sin alpha j എന്ന് എഴുതാം. ഇങ്ങനെ എഴുതായിരുന്നു. ഫസ്റ്റിന് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ v0 നമുക്ക് ഈ ഫോമിലാണ് കിട്ടുക. അതായത് നമുക്ക് എന്ത് ചെയ്യുക, ഈ v0ൻ്റെ പ്ലേസിൽ, അതായത് ഇപ്പോൾ ഈ കിട്ടിയ v0ൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അത് എന്ത് ചെയ്യും, ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു മൈനസ് ഹാഫ് ടി സ്ക്വയർ ജി ജെ പ്ലസ് v0 എന്ന് പറയുന്നത് എന്ത് കൊടുക്കുക, v0 cos alpha i പ്ലസ് v0 sin alpha j പ്ലസ് ഇൻറ്റു ടി പ്ലസ് എച്ച് ജെ എന്ന് വരും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പൊസിഷൻ ഫങ്ഷൻ ഓഫ് എ പ്രൊജക്ടൈൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ പ്രോബ്ലം ചെയ്തതാണ്. 2 ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻ്റ് ഒക്കെ വരുമ്പോൾ 2 ഇനീഷ്യൽ കണ്ടീഷൻസ് വെച്ചിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലം പറഞ്ഞതായിരുന്നു. ഫസ്റ്റ് എന്തായിരുന്നു, നമുക്കൊരു വസ്തു അല്ലേ, ഒരു പ്രൊജക്ടൈൽ. ആ പ്രൊജക്ടൈൽ നമുക്ക് എറിഞ്ഞു കഴിയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഈ ഒരു പ്രൊജക്ടൈൽ അല്ലേ, ഇത് നമ്മൾ എക്സും വൈയും ആക്സിസ് ആക്കി എടുത്താൽ ഇവിടെ നമുക്ക് ഒരു ബോഡി അല്ലേ, അതായത് ഒരു പ്രൊജക്ടൈൽ എറിയുമ്പോൾ ഇവിടെ അയാളുടെ ഹൈറ്റ് വരും അല്ലേ. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ആംഗിൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഹൊറിസോണ്ടലും ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റും ഉണ്ടായിരിക്കും. ഇതിനെ ഞാൻ v0 cos alpha എന്നും, അതായത് ഇനീഷ്യൽ വെലോസിറ്റി v0 ആണെന്ന് എടുത്തു. ഇതിനെ v0 sin alpha എന്നും എടുത്തു. ഇങ്ങനെയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി എത്തിക്കഴിഞ്ഞാൽ വെലോസിറ്റി 0 ആകുമ്പോൾ നമ്മളുടെ ഈ ഒരു ബോൾ താഴത്തേക്ക് തന്നെ വരും അല്ലേ. അതായത് അത് എന്ത് പ്രകാരം, മൈനസ് എം ജി, നമ്മളുടെ ഗുരുത്വാകർഷണ ബലം കാരണം എന്ത് ചെയ്യും, എഫ് ഇസ് ഈക്വൽ ടു മൈനസ് എം ജി ജെ. ഇവിടെ ജെ എന്നുള്ള കമ്പോണൻറ്റ് വെക്ടർ ആവുകൊണ്ട് തന്നെ നമുക്ക് കമ്പോണൻറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് എം ജി ജെ എന്ന് എഴുതുന്നത്. അതുപോലെ തന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ, ആർ ഓഫ് 0 നമ്മളുടെ പൊസിഷൻ ഫസ്റ്റ് ടി ടൈം 0 എന്താണ് പൊസിഷൻ സംഭവിക്കുന്നത്. പൊസിഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ പൊസിഷൻ എച്ച് എന്നുള്ള ഒരു ഹൈറ്റാണ് അവിടെ സംഭവിക്കുന്നത് അല്ലേ. പൊസിഷൻ എന്ന് പറയുന്നത് ആ ഹൈറ്റിനെ നമ്മൾ എന്ത് ചെയ്തു, എച്ച് ജെ, കാരണം എന്താണ്, ജെ കമ്പോണൻറ്റിൽ തന്നെയാണ് ആ ഹൈറ്റും സംഭവിക്കുന്നത്. അതുകൊണ്ട് എച്ച് ജെ എന്ന് കൊടുത്തു. പിന്നെ ന്യൂട്ടൺ സെക്കൻഡ് ലോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്തു, ആ ഒരു ബോളിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി നമുക്ക്. അതായത് മാസിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എം ജി, അതായത് ഗുരുത്വാകർഷണ ബലത്തിനോട് ഈക്വൽ ആണെന്നുള്ള ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, എം ഐ is equal to മൈനസ് എം ജി എ എന്നെടുത്തു അല്ലേ. എം ഐ is equal to മൈനസ് എം ജി ജെ എന്നെടുത്തു. അത് നമ്മൾ എം ഒന്നും ക്യാൻസൽ ചെയ്തിട്ട് എ ഓഫ് ടി is equal to മൈനസ് ജി ജെ എന്ന് എഴുതി. അപ്പോൾ നമുക്ക് എ ഓഫ് ടി കിട്ടി. ഇത് നമുക്ക് വി ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യണം. വി ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ആർ ഓഫ് ടി ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഈ ഒരു പൊസിഷൻ വെക്റ്റർ അല്ലെ, പൊസിഷൻ വെക്റ്റർ ഓഫ് എ മൂവിങ് പാർട്ടിക്കിൾ, അതാണ് നമുക്ക് കിട്ടുന്നത്. പ്രൊജക്ടൈലിൻ്റെ പൊസിഷൻ വെക്റ്ററാണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മളത് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം എ ഓഫ് ടീനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തു. എ ഓഫ് ടീനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വി ഓഫ് ടി കിട്ടില്ലേ. എ ഓഫ് ടീനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ദാറ്റ് ഇസ് വി ഓഫ് ടി ഈസ് ഈക്വൽ ടു മൈനസ് ഇതെന്താണ് എ ഓഫ് ടി ആണല്ലേ, മൈനസ് ജി ജെ ഡി ടി കിട്ടും. വി ഓഫ് ടി നമുക്കൊരു ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് കിട്ടും. ആ ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമുക്കൊരു ഇനീഷ്യൽ കണ്ടീഷൻ തന്നിരുന്നു. ഫസ്റ്റ് വെലോസിറ്റി 0 ആവുന്ന ടൈമിൽ v0 ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എടുത്തിരുന്നത്. അത് വെച്ചിട്ട് എടുത്തു. അപ്പോൾ വി ഓഫ് 0 ഈസ് ഈക്വൽ ടു ഇതിൽ 0 അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് വി ഓഫ് 0 ഈസ് ഈക്വൽ ടു സി എന്ന് വരും. വി ഓഫ് 0 ഈസ് ഈക്വൽ ടു സിയും വി ഓഫ് 0 ഈസ് ഈക്വൽ ടു v0 ആണെന്ന് ഇനീഷ്യൽ കണ്ടീഷൻ തന്നത് നമ്മൾ വി ഓഫ് 0 ഈസ് ഈക്വൽ ടു v0 എന്നെടുത്തു. ആ v0 എന്നുള്ളത് ഈ സീൻ്റെ പ്ലേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ വി ഓഫ് ടി നമുക്ക് കിട്ടും. വി ഓഫ് ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പൊസിഷൻ വെക്റ്റർ ആർ ഓഫ് ടി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിനെ വീണ്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. വീണ്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആർ ഓഫ് ടി എന്നുള്ള പൊസിഷൻ വെക്റ്റർ കിട്ടും. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ വി ഓഫ് ടീനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ രണ്ട് കമ്പോണൻറ്റ് ഉണ്ടാവുകൊണ്ട് രണ്ട് പോർഷൻ ഉണ്ടാവുകൊണ്ട് രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. രണ്ടിനും ഇൻറ്റഗ്രേറ്റ് ചെയ്തു.
ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഡി എന്നുള്ളത് ഞാൻ കൊടുത്തു. ഇവിടെ ഇനീഷ്യൽ കണ്ടീഷൻ ആർ ഓഫ് 0 = HJ എന്നുള്ള ഒരു ഇനീഷ്യൽ കണ്ടീഷൻ പൊസിഷൻ വെക്ടറിൻ്റെ തന്നിരുന്നു. അത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് ഡി എന്നുള്ള കോൺസ്റ്റൻറ്റ് കിട്ടി. ഡി എന്നുള്ള കോൺസ്റ്റൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആർ ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത് വരുന്നത്, പൊസിഷൻ വെക്ടർ ഓഫ് എ പാർട്ടിക്കിൾ പ്രൊജക്റ്റൈൽ അല്ലേ. ഹാഫ് T² GJ പ്ലസ് V0T പ്ലസ് HJ. ഇവിടെ ഈ V0 എന്നുള്ളത് എന്തായിരുന്നു, ഇനീഷ്യൽ വെലോസിറ്റി ആയിരുന്നു. ആ V0ൻ്റെ പ്ലേസിൽ നമുക്ക് V0 cos alpha I പ്ലസ് V0 sin alpha J എന്ന് എഴുതാം. അതായത് R of T is equal to minus half T² GJ plus V0 cos alpha I plus V0 sin alpha J into T plus HJ എന്നുള്ളതാണ് പൊസിഷൻ ഫംഗ്ഷൻ ഫോർ എ പ്രൊജക്റ്റൈൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയില്ലേ? ഇതാണ് നമ്മളുടെ ഡെഫിനിഷൻ പറയുന്നത്. പൊസിഷൻ ഫംഗ്ഷൻ ഓഫ് എ പ്രൊജക്റ്റൈൽ. The trajectory of a projectile fired from height h with an initial speed v0 and an angle of elevation alpha given by the position vector r of t is equal to v0 cos alpha t I plus h plus v0 sin alpha t minus half g t square j. ഇത് ഇങ്ങനെ തന്നെ കാണാതെ പഠിച്ചു വെക്കുക. ഇത് നമ്മൾ ഐയും ജെയും കമ്പോണൻറ്റ് ഡിഫറെൻ്റ് ആക്കി എഴുതിയതാണ്. നമുക്ക് ആർ ഓഫ് ടി എന്തായിരുന്നു തന്നിരുന്നത്, ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു നമുക്ക് ലാസ്റ്റ് കിട്ടിയത് ഞാൻ പറഞ്ഞു, നമ്മൾ V0 എന്നുള്ളതിൻ്റെ പ്ലേസിൽ V0 cos alpha I പ്ലസ് V0 sin alpha J എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതായിരുന്നു ആർ ഓഫ് ടി കിട്ടിയിരുന്നത്, മൈനസ് ഹാഫ് GT² J പ്ലസ് ഇത് ടിയും ജെയും. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തതെന്താ വെച്ചാൽ ഈ കമ്പോണൻറ്റുകളെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയെന്നുള്ളൂ. ഈ ജെ കമ്പോണൻറ്റുകളെ ഒരുമിച്ച് എഴുതി അല്ലേ. ജെ കമ്പോണൻറ്റ് പറയുമ്പോൾ മൈനസ് ഹാഫ് GT² J ആണ്. മൈനസ് ഹാഫ് GT² ജെയും അതുപോലെ തന്നെ എച്ചും ഉണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്ത് ഒരുമിച്ച് എഴുതി. ഇവിടെ V0 sin alpha ജെയും ഉണ്ട്. അപ്പോൾ ജെ കമ്പോണൻറ്റുകളൊക്കെ ഒരുമിച്ചും ഐ കമ്പോണൻറ്റുകൾ ഒരുമിച്ചും കൊടുത്തു. അതായത് V0 cos alpha T I പ്ലസ് ബാക്കി കമ്പോണൻറ്റിന് ഒരുമിച്ച് എഴുതി കൊടുത്തു. ലാസ്റ്റ് നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തതാണ്. ഐ കമ്പോണൻറ്റും ജെ കമ്പോണൻറ്റും സെപ്പറേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു പൊസിഷൻ ഫംഗ്ഷൻ ഓഫ് എ പ്രൊജക്റ്റൈലിൽ ഇപ്പോൾ എന്താ പറയുന്നത്, ദ ട്രാജക്ടറി ഓഫ് എ പ്രൊജക്റ്റൈൽ അല്ലേ. പ്രൊജക്റ്റൈലിൻ്റെ പാത, ട്രാജക്ടറി എന്ന പാത എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാത അല്ലേ, അതായത് ഈ ഒരു മൂവ്മെൻറ്റ്, ഇതിനെയാണ് നമ്മൾ പ്രൊജക്റ്റൈൽ. ഇപ്പോൾ ബോളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബോളിനെ നമ്മൾ പ്രൊജക്റ്റൈൽ എന്ന് വിളിക്കും. അതിൻ്റെ ആ ഒരു പാത ട്രാജക്ടറി, അതൊരു ഹൈറ്റ് ഫ്രം ഹൈറ്റ് h ഒരാളുടെ ഹൈറ്റും തന്നിട്ടുണ്ട്, h ഹൈറ്റും, പിന്നെ അതുപോലെ തന്നെ ഇനീഷ്യൽ വെലോസിറ്റി V0യും ആംഗിൾ ഓഫ് എലവേഷൻ ആൽഫ. ഇത്രയും കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു പൊസിഷൻ വെക്ടർ ഓഫ് എ പ്രൊജക്റ്റൈൽ ആർ ഓഫ് ടി ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ എന്താ കിട്ടിയത്, ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു V0 cos ti പ്ലസ് h പ്ലസ് V0 sin alpha t മൈനസ് ഹാഫ് GT² J. അപ്പോൾ ഇത് മതി നമുക്ക് പ്രോബ്ലം ചെയ്യാൻ. ഈ ഒരു ഡെഫിനിഷൻ മതി. നമ്മളത് ഡിറൈവ് ചെയ്തിട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതായിരുന്നു നേരത്തെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. എല്ലാം ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. അപ്പോൾ ഇനി പൊസിഷൻ വെക്ടർ ഓഫ് എ പ്രൊജക്റ്റൈൽ എന്നുള്ള ഈ ഒരു ഇക്വേഷൻ കിട്ടിയാലാണ് നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ട ആവശ്യം വരിക. അപ്പോൾ നമുക്ക് പ്രോബ്ലം നോക്കാം.